നമസ്കാരം, കിച്ചൺ ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പാചക വിദഗ്ധൻ ആദർശ് എന്നെയാണ്. അത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന വിഭവങ്ങൾ ചില്ലി ഗോപിയും ഫ്രൈഡ് റൈസുമാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുകയാണ്, 1 മണിക്കൂർ താമസിക്കും എന്നാണ് തൃശൂർ റിപ്പോർട്ടർ സജിത് പറഞ്ഞിരിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് പാചകം മുഴുവനാക്കേണ്ടതുണ്ട്. നമുക്ക് പാചകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കോട്ടൊന്ന് മാറ്റാം, ഭയങ്കര ചൂട്. ആദ്യം ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നിരത്തി വയ്ക്കാം. ക്യാപ്സിക്കം, കോളിഫ്ലവർ, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, മൈദ, കോൺഫ്ലോർ, ഉപ്പ്, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, അരി, വെളിച്ചെണ്ണ, ഓയിൽ, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് സ്വാദിനായി നമുക്ക് ചേർക്കാം. കോളിഫ്ലവർ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞളുമിട്ട് തിളച്ച വെള്ളത്തിലിട്ട് 2 മിനിറ്റ് തിളപ്പിച്ച് കോരി വയ്ക്കാം. ക്യാപ്സിക്കം, കാബേജ്, ക്യാരറ്റ്, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയെല്ലാം അരിഞ്ഞു വയ്ക്കാം. ബാറ്ററിനായി കോൺഫ്ലോർ, മൈദ, ഉപ്പ്, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം തിക്കായി കലക്കി ദോശ ബാറ്റർ രൂപത്തിലാക്കി ബോയിൽ ചെയ്ത കോളിഫ്ലവർ മിക്സ് ചെയ്യാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ ഓയിലൊഴിച്ച് തിള വരുമ്പോൾ കോളിഫ്ലവർ വറുത്തുകോരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞ് ചൂടായ ഓയിലിലേക്ക് ഇടാം. ക്യാപ്സിക്കം, മല്ലിയില, ഇഞ്ചി, സവാള, പച്ചമുളക് ഇവ നന്നായി വഴട്ടാം. ചൂടുള്ള വെള്ളമൊഴിച്ച് നന്നായൊന്ന് ഇളക്കാം. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇവ ഒഴിക്കാം. കോൺഫ്ലോർ കലക്കി വെച്ചത് ഒഴിച്ച് കുറുകുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വറുത്തുവെച്ച കോളിഫ്ലവർ ഗ്രേവിയിലേക്കിട്ട് നന്നായി ഇളക്കാം. അമ്പ, ഇപ്പോ നിങ്ങളുടെ വായിൽ വെള്ളമൂറിയില്ലേ? ചില്ലി ഗോപി റെഡിയായല്ലോ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച ബസുമതി റൈസ് നമുക്ക് തിളച്ച വെള്ളത്തിലേക്കിടാം. റൈസ് 1/4 വേവ് ആകുമ്പോൾ തണുത്ത വെള്ളമൊഴിച്ച് വെള്ളം വാലാൻ അരിപ്പക്കൊട്ടയിൽ വെക്കുക. പിന്നീട് ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 2 മുട്ട ഉപ്പിട്ട് കൊത്തിപ്പൊരിച്ച് അരിഞ്ഞു വെച്ച ക്യാരറ്റ്, കാബേജ്, ബീൻസ് ഇട്ട് 5 മിനിറ്റ് നന്നായി ഇളക്കി കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് ചോറുമിട്ട് നന്നായി മിക്സ് ചെയ്യുക. പാകമാക്കി വെച്ച ഫ്രൈഡ് റൈസിലേക്ക് കുറച്ച് മല്ലിയില തൂവിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ ഗോപി മഞ്ചൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി. കറി നോക്കട്ടെ. കറി ഇത് കറി എന്നിട്ട് ചെയ്തപ്പോ ചില്ലി ഗോപി വറുത്ത കോളിഫ്ലവർ വറുത്തു അല്ലേ? ഓക്കെ. കടയിൽ നിന്ന് മേടിക്കുമ്പോ കിട്ടുന്ന പോലെയൊക്കെ കാണാനുണ്ട്. ഇനി കഴിച്ചോക്കട്ടെ. നോക്കട്ടെ, കുറച്ച് കഴിക്കാൻ തന്നെ ഞങ്ങക്ക്. എങ്ങനെയുണ്ട് ഫുഡ്? വിചാരിച്ച പോലെ അല്ലാട്ടാ.
സൂപ്പറായിട്ട് പൊരിച്ചു.